സ്വാഗതം ടോപ് 10ലേക്ക്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നതിൽ സംശയമേതുമില്ല. പക്ഷേ സർക്കാരിന് വികസനക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയേ മതിയാകും. വരവിൽ കവിഞ്ഞ ചെലവുകൾ കയ്യടിക്കായി പ്രഖ്യാപിച്ചാൽ വരുമാനത്തിന് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടേണ്ടി വരും. വിഭവ വിനിയോഗം, വ്യവസായങ്ങൾ, സ്വകാര്യവൽക്കരണം, നികുതി വർധന, അങ്ങനെ പല മാർഗങ്ങൾ മുന്നിലുണ്ട്. ഈ ബജറ്റിൽ സർക്കാർ കണ്ണുവയ്ക്കുന്നത് കരിമണലിലും കടലിലുമാണ്. ബ്ലൂ എക്കണോമിയുടെ സാധ്യത എങ്ങനെ പ്രയോജനപ്പെടുത്താനാകുമെന്നതാണ് സർക്കാരിന്റെ വെല്ലുവിളി. വലിയ സ്വപ്നം കാണുന്ന ബജറ്റിൽ തുക വകയിരുത്താനായില്ല, വിസ്മയം ഉണ്ടായില്ല. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. പുതുയുഗ കേരളത്തിനായി വി.ഡി. സതീശന്റെ കന്നി ബജറ്റ്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ. എല്ലാ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. മാരക രോഗമുള്ളവർക്ക് വൺ കേരള മിഷൻ. 2 പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ തുറമുഖ നഗരമാക്കാൻ മിഷൻ സമുദ്രയും ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി. സ്വകാര്യ പങ്കാളിത്തത്തിന് പ്രോത്സാഹനം. ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരള നോളജ് വാലി. കിഫ്ബി പൊളിച്ചുപണി, പഠിക്കാൻ വിദഗ്ധ സമിതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി. നെല്ല് സംഭരണം കാര്യക്ഷമമാക്കും. യുവാക്കളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാൻ പ്രത്യേക പദ്ധതി. മത്സ്യത്തൊഴിലാളികൾക്ക് ഭവന പദ്ധതി. ബോട്ടുകൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി ലിറ്ററിന് 75 രൂപയാക്കി. എല്ലാ തീരദേശവാസികൾക്കും പട്ടയം. സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ്പും പെൻഷനും പരിഷ്കരിക്കും. 10 ലക്ഷം വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കുറയും. ഭാവി കേരളത്തിനുള്ള ബ്ലൂ പ്രിന്റ് ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നവകേരള സ്വപ്നം കൈയൊഴിഞ്ഞു. ഇടത് സർക്കാരിന്റെ പദ്ധതികളിൽ പലതും പേരുമാറ്റി പ്രഖ്യാപിച്ചെന്നും വിമർശനം. കേന്ദ്ര പദ്ധതികളുടെ കോപ്പിയടിയെന്നും എല്ലാം കടലാസിലൊതുങ്ങുമെന്നും BJP. ബജറ്റിനെ സ്വാഗതം ചെയ്ത സിനിമാ മേഖലയിലെ പ്രമുഖർ. പകർച്ചവ്യാധികൾ പടരുന്നതിനിടെ ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് നാടകീയ രംഗങ്ങൾ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവുമായി എത്തിയ ഡോക്ടർ KJ റീനയ്ക്ക് ചുമതലയേൽക്കാനായില്ല. സർക്കാർ നിർദ്ദേശം ലഭിക്കാതെ മാറില്ലെന്ന് താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ V മീനാക്ഷി. ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ SP S ശശിധരനെ മാറ്റുമെന്ന് കോടതി. കശുവണ്ടി അഴിമതി കേസിൽ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിന് അന്ത്യശാസനം. തിങ്കളാഴ്ച നേരിട്ട് ഹാജരായില്ലെങ്കിൽ അറസ്റ്റെന്ന് ഹൈക്കോടതി. അമേരിക്കയും ഖത്തറും ഇടപെട്ടു. ലെബനനിൽ വെടിനിർത്തൽ. ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ മരണം 18ആയി. ഇസ്രായേലിനെ ശക്തമായി വിമർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. ജനീവയിൽ നടത്താനിരുന്ന ഇറാൻ അമേരിക്ക ചർച്ച റദ്ദാക്കി. ഹോർമൂസിലൂടെ കപ്പലുകൾ കടക്കണമെങ്കിൽ 48 മണിക്കൂർ മുൻപ് റൂട്ട് മാപ്പ് നൽകണമെന്ന് ഇറാൻ. ഇന്ത്യൻ കപ്പൽ ദിശ LNGയുമായി ഗുജറാത്ത് തീരത്തെത്തി. മാസപ്പടി കേസിൽ പിണറായിയുടെ മകൾ വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിച്ചിടി. തിരുവനന്തപുരത്തെ HDFC ബാങ്കിൽ വീണയെ വിളിച്ചു വരുത്തി ലോക്കർ തുറന്നു പരിശോധിച്ചു. ലോക്കറിൽ മഹാകാര്യമുണ്ടോ എന്ന് അറിയാമല്ലോ എന്ന് പരിഹസിച്ച് പിണറായി വിജയൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ അമേരിക്ക മത്സരം രാത്രി 12:30 മുതൽ. നാളെ രാവിലെ 6 മണിക്ക് ബ്രസീൽ ഹെയ്ത്തിയെ നേരിടും. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലഗ്രാമിന് ഏർപ്പെടുത്തിയ നിരോധനം ശരിവെച്ച് ഡൽഹി ഹൈക്കോടതി. നിരോധനത്തിനെതിരെ ടെലഗ്രാം നൽകിയ ഹർജി തള്ളി. കേന്ദ്ര തീരുമാനം നടപടിക്രമങ്ങൾ പാലിച്ചെന്ന് നിരീക്ഷണം. പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാളെ മോക്ക് ഡ്രിൽ നടത്താൻ NTA. സ്റ്റോറി ഓഫ് ദി ഡേ. മഴയിൽ നിറഞ്ഞ കാഴ്ച വിരുന്ന്. സ്വകാര്യ പങ്കാളിത്തം പൂർണ്ണമായും പ്രോത്സാഹിപ്പിച്ചും നിക്ഷേപകരെ ആകർഷിക്കാൻ ഭൂപരിഷ്കരണത്തിൽ മാറ്റം വരുത്തിയും കന്നി ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് വി.ഡി. സതീശൻ. കേരളത്തെ തുറമുഖ നഗരമാക്കാൻ മിഷൻ സമുദ്രയും ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴിയും പ്രഖ്യാപിച്ചു. കിഫ്ബി പൊളിച്ചു പണിയും. അതിനായി വിദഗ്ധ സമിതി പഠനം നടത്തും. 10 വർഷത്തിന് ശേഷം അധികാരത്തിലേറുന്ന UDF സർക്കാർ കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിൽ നിന്നുമാണ് ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. വരുമാനം കൂട്ടാനുള്ള മാർഗങ്ങൾ തേടുന്ന സർക്കാരിന് ജനങ്ങളുടെ മേൽ നികുതി ഭാരം ചുമത്താനാകില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ നിക്ഷേപത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന തുറമുഖ വകുപ്പിൽ നിന്നുകൊണ്ട് തന്നെയാണ് വൻകിട നിക്ഷേപത്തിന് തയ്യാറെടുക്കുന്നത്. കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ
തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും. ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തെ കേരളത്തിന്റെ വിജ്ഞാന ഹബ്ബായും കൊല്ലത്തെ ധാതു സംസ്കരണത്തിന്റെയും അപൂർവ ധാതുക്കളുടെയും കേന്ദ്രമായും ആലപ്പുഴയെ ഇന്ത്യയുടെ ബ്ലൂ എക്കണോമി തലസ്ഥാനമായും മാറ്റും. അതേസമയം സ്വകാര്യ നിക്ഷേപത്തെ സഹായിക്കുന്ന സർക്കാർ നയത്തെ ചൊല്ലി ആദ്യ ദിനത്തിൽ തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഏറ്റുമുട്ടി. നേരത്തെ അവതരിപ്പിച്ച ധവളപത്രത്തിൻ്റെയും പ്രധാനപ്പെട്ട ഊന്നൽ സ്വകാര്യ മേഖലയ്ക്ക് നല്ല അവസരം കൊടുക്കലായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ അവതരിപ്പിച്ച UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിലും കാണാൻ കഴിയുന്നത്. ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ടാവണം. ഈ 87,000 കോടി രൂപയുടെ കടവും ഇപ്പോൾ കൊടുക്കേണ്ട ബാധ്യതയും 5 ലക്ഷം കോടി രൂപയുടെ കടവുള്ള ഒരു സംസ്ഥാനത്തിന് ഏത് കാര്യമാണ് ഒരു സെക്ടറിൽ, പബ്ലിക് സെക്ടറിൽ തുടങ്ങാൻ പറ്റുന്നത്? ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ? ഇവിടെ മത്സരിക്കുകയാണ് സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. ഇവിടെ വരാൻ പാടില്ല ആരും. അതല്ല ഞങ്ങളുടെ നയം. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കും, ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കും. അതുവഴിയേ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. കിഫ്ബിയുടെ വൻ ബാധ്യത ഒഴിവാക്കാൻ പദ്ധതി പൂർണ്ണമായും പൊളിച്ചെഴുതും. ഇത് പഠിക്കാനായി വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി. നിലവിൽ ആസൂത്രണ ബോർഡിന്റെ ഘടന മാറ്റി കൂടുതൽ ആശയങ്ങളും പദ്ധതികളും നടപ്പിലാക്കുന്ന തിങ്ക് ടാങ്കായി പരിഷ്കരിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എല്ലാ മേഖലയും തൊട്ടു തലോടുന്ന കരുതലോടെയുള്ള ജനകീയ ബജറ്റാണ് മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചത്. ആരോഗ്യമേഖലയിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയാണ് വകയിരുത്തിയത്. തിരുവനന്തപുരത്തും ഹരിപ്പാടുമായി പുതിയ മെഡിക്കൽ കോളേജുകളുടെ പ്രഖ്യാപനവും ഉണ്ടായി. മാരക രോഗങ്ങളുള്ളവർക്ക് വൺ കേരള മിഷനുമുണ്ട്. 1.69 ലക്ഷം കോടി റവന്യൂ വരവും 2.05 ലക്ഷം കോടി റവന്യൂ ചെലവും 35,355 കോടി റവന്യൂ കമ്മിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ VD സതീശൻ അവതരിപ്പിച്ചത്. ആരോഗ്യ മേഖലയിലെ കരുതലിന് ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തി. സർ, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. KSRTC പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി രൂപയും കാർഷിക മേഖലയിൽ റബ്ബറിന്റെ താങ്ങുവില 200-ൽ നിന്ന് 250-ആയും ഉയർത്തി. ക്ഷീരവികസനത്തിന് 102 കോടി രൂപ മാറ്റിവെച്ചത് കൂടാതെ മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ സജ്ജമാക്കാൻ 192 കോടി രൂപ വകയിരുത്തി. ജെൻസി സ്റ്റാർട്ടപ്പുകൾക്കായി 50 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ കേന്ദ്രീകരിച്ച് തെക്കൻ കേരള എക്കണോമിക് കോറിഡോറിനായി 50 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച അക്കാദമിക് പ്രോഗ്രാമുകൾക്കും മികവിന്റെ കേന്ദ്രങ്ങൾക്കുമായി കേരള നോളജ് വാലി പദ്ധതിയിൽ 100 കോടി രൂപ മാറ്റിവെച്ചു. സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളെയും ഏകോപിപ്പിച്ചുള്ള വികസന പദ്ധതികൾക്കായി 200 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അധിക നികുതി ഭാരമില്ലാതെയാണ് VD സർക്കാരിന്റെ സംസ്ഥാന ബജറ്റ്. VD പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 1 രൂപ പോലും നികുതി കൂട്ടാതെ പരിധിക്കുള്ളിൽ നിന്നുള്ള പ്രഖ്യാപനം. പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്താൻ ഇളവുകളുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടനയിൽ മാറ്റം വരുത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന് പക്ഷേ നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗതാഗത മേഖലയിലെ നികുതി ഇളവുകളാണ് ഏറെ ശ്രദ്ധേയമായത്. പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രൈവറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ ഇളവ് പ്രഖ്യാപിച്ചു. 50% ഇളവ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടനയിൽ മാറ്റം വരുത്തി. വിലയുടെ അടിസ്ഥാനത്തിലാണ് ഇളവുകൾ അനുവദിച്ചത്. 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 5% എന്നാൽ ഇത് 3% കുറച്ചു. 15 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി ഇതുവരെ 8% ഇത് 5% കുറച്ചു. അതേസമയം 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി ഇതുവരെ ഉണ്ടായിരുന്ന 10% നിന്നും 15% ഉയർത്തി. എന്നാൽ 10 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയും 20 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടന പരിശോധിച്ച് അത് പരിഷ്കരിക്കുന്നു. 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 5% നിന്നും 3% കുറച്ചു.
15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിലെ 8% നിന്ന് 5% കുറച്ചു. 40 ലക്ഷത്തിന് മീതെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിലെ 10% നിന്നും 15% വർദ്ധിപ്പിച്ചു. മറ്റ് നികുതി നിരക്കുകളിൽ മാറ്റമില്ല. രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ വൺ ടൈം സെറ്റിൽമെന്റിന് സംവിധാനം നടപ്പിലാക്കും. അണ്ടർ വാല്യുവേഷൻ, അതായത് കുറഞ്ഞ വില കാണിക്കൽ കേസുകൾ തീർപ്പാക്കുന്നതിനായി സർക്കാർ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി കൊണ്ടുവന്നു. രജിസ്ട്രേഷനുള്ള വില്ലകൾക്ക്, ഫ്ളാറ്റുകൾക്ക് സമാനമായ 4% ഇളവ് ബാധകമാക്കിയിട്ടുണ്ട്. നികുതി വരുമാന സമാഹരണം അധിക നികുതികൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നികുതി ചോർച്ച തടഞ്ഞും കാര്യക്ഷമത വർദ്ധിപ്പിച്ചും തനത് വരുമാനം ഉയർത്താനുമാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. GST നടപ്പിലാക്കിയ കാലയളവിലെ ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കുന്നതിനുള്ള പദ്ധതിയും നിലവിൽ വന്നു. മദ്യത്തിന്റെ നികുതി ഘടനയിൽ മാറ്റം വരുത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി വർദ്ധിപ്പിച്ചു. 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് നികുതി 120% ഉയർത്തി. 10% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് 175% നികുതി വർദ്ധിപ്പിച്ചു. 2022-23 അബ്കാരി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശ മദ്യചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതികൾക്കനുസൃതമായിട്ടാണ് ഈ നടപടി. 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെയാണ് ലോ ആൽക്കഹോളിക് ബിവറേജ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2022-23 അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ വിദേശ മദ്യചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്ക് അനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് എന്ന പ്രഖ്യാപനത്തോടെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും വലിയ പ്രതീക്ഷയും ആശ്വാസവും പകരുന്ന പദ്ധതികളാണ് സംസ്ഥാന ബജറ്റിലുള്ളത്. മണ്ണെണ്ണ സബ്സിഡി വർധന മുതൽ ഭവന പദ്ധതി, സുരക്ഷാ സംവിധാനങ്ങൾ, പട്ടയ വിതരണം തുടങ്ങി തീരദേശ മേഖലയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. മത്സ്യബന്ധന ബോട്ടുകൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി ലിറ്ററിന് 75 രൂപയായി ഉയർത്തിയതാണ് ഏറ്റവും പ്രധാന പ്രഖ്യാപനം. ഇന്ധന ചെലവിന്റെ ഭാരം കുറയ്ക്കുന്ന ഈ തീരുമാനം മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസമാകും. വർഷങ്ങളായി തീരദേശത്ത് താമസിച്ചിട്ടും പട്ടയം ലഭിക്കാത്ത കുടുംബങ്ങളുടെ പ്രശ്നത്തിനും ബജറ്റിൽ പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. പട്ടയമില്ലാത്ത എല്ലാ തീരദേശവാസികൾക്കും പട്ടയം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ അവർക്കായി പ്രത്യേക ഭവന പദ്ധതിയും നടപ്പിലാക്കും. സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ താമസ സൗകര്യം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണിത്. കടലിൽ ജോലി ചെയ്യുന്നതിനിടെ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ സംരക്ഷണം ഉറപ്പാക്കാൻ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയും പരിഷ്കരിച്ചിട്ടുണ്ട്. അപകടങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഇരയാകുന്ന കുടുംബങ്ങൾക്ക് ഇത് കൂടുതൽ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. വനിതകൾക്ക് മത്സ്യവിപണനത്തിന് ഷീ സ്കൂട്ടറുകളും അനുവദിക്കും. തീരദേശ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി കൂടുതൽ മറൈൻ ബോട്ടുകൾ വാങ്ങുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തി. കൂടാതെ നിരവധി അപകടങ്ങൾക്ക് കാരണമായ മുതലപ്പൊഴിയിലെ അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനും പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഉപജീവന സുരക്ഷ, ഭവന സുരക്ഷ, സാമൂഹിക സുരക്ഷ, തീരദേശ വികസനം എന്നിവയ്ക്ക് ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളിലൂടെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വലിയ പിന്തുണ നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ് എന്നാണ് വിലയിരുത്തൽ. തീരദേശ ജനതയുടെ ദീർഘകാല ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പ്രഖ്യാപനങ്ങൾ പ്രായോഗികമായി എത്ര വേഗത്തിൽ നടപ്പാക്കുമെന്നതാണ് ഇനി മത്സ്യത്തൊഴിലാളികൾ ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. സംസ്ഥാനത്ത് തീർത്ഥാടന ടൂറിസത്തിനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ടായി. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങളെ തിരുപ്പതി മാതൃകയിൽ വികസിപ്പിക്കാൻ പദ്ധതി. മാതാ അമൃതാനന്ദമയി മഠത്തെ ഉൾപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ടും നടപ്പിലാക്കും. സംസ്ഥാനത്തെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ സമഗ്രമായ വളർച്ചയ്ക്കായി വൻ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയ ക്ഷേത്രങ്ങളിൽ ഭക്തർക്കുള്ള സൗകര്യങ്ങളും വികസനവും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാണ് പുതിയ മാതൃക സ്വീകരിക്കുന്നത്. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ പ്രമുഖ ക്ഷേത്രങ്ങളിലാണ് ഒന്നാം ഘട്ടത്തിൽ തിരുപ്പതി മോഡൽ ക്ഷേത്ര വികസനത്തിനായുള്ള പ്രത്യേക പദ്ധതി നടപ്പിലാക്കുക. തീർത്ഥാടകർക്കായുള്ള സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിൽ ഈ പദ്ധതി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ ക്ഷേത്രങ്ങൾ
പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലിൽ വികസിപ്പിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ്. ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കാവുകളും കുളങ്ങളും നവീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രതിവർഷം നൽകേണ്ട ആനുവിറ്റി വിഹിതം നൽകുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ അധികാരം നൽകുന്നതിനും മറ്റ് ദേവസ്വം ബോർഡുകൾക്ക് സമാനമാക്കുന്നതിനും നടപടി സ്വീകരിക്കും. മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ, അർത്തുങ്കൽ ബസലിക്ക എന്നിവ ഉൾപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതിയും പ്രഖ്യാപിച്ചു. അർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കലം പള്ളി, മണ്ണാർശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. ഇതിനോടൊപ്പം തന്നെ നവോത്ഥാന നായകൻ ശ്രീ നാരായണ ഗുരുവിന്റെ സ്മാരകം ഡൽഹിയിൽ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിലൂടെ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സിനിമാ മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിനെ സ്വാഗതം ചെയ്യുകയാണ് സിനിമാ മേഖല. കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി മോഹൻലാൽ പ്രതികരിച്ചു. ആന്റി പൈറസി സെൽ രൂപവൽക്കരിക്കുമെന്ന പ്രഖ്യാപനം ശ്രദ്ധേയമാണെന്ന് പൃഥ്വിരാജും അറിയിച്ചു. സിനിമയെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നത് കാലങ്ങളായുള്ള ആവശ്യമായിരുന്നുവെന്ന് നിർമ്മാതാവ് ആന്റോ ജോസഫും പ്രതികരിച്ചു. മലയാള സിനിമ മേഖലയെ വികസിപ്പിക്കാൻ സർക്കാർ സമഗ്ര പദ്ധതികൾ തയ്യാറാക്കും. ഇതിന്റെ ഭാഗമായി JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ സിനിമാ മേഖലയിലെ പ്രമുഖർ പ്രതീക്ഷയോടെയാണ് സ്വീകരിച്ചത്. പുതിയ ബഡ്ജറ്റിൽ സിനിമാ മേഖലയെ കൈപിടിച്ചുയർത്താൻ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച സർക്കാർ തീരുമാനത്തെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്ന് നടൻ മോഹൻലാൽ പ്രതികരിച്ചു. പദ്ധതികൾ സിനിമാ മേഖലയ്ക്ക് പുത്തനുണർവും വളർച്ചയും പ്രദാനം ചെയ്യുമെന്ന കാര്യം തീർച്ചയാണ്. സിനിമയെ ഒരു വ്യവസായമായി പരിഗണിക്കാനുള്ള നടപടികളെടുക്കുമെന്ന പ്രഖ്യാപനം ആയിരക്കണക്കിന് സിനിമാ പ്രവർത്തകർക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുമെന്ന് മോഹൻലാൽ സമൂഹമാധ്യമത്തിലൂടെ പ്രതികരിച്ചു. മലയാള സിനിമയുടെ സ്രഷ്ടാവെന്ന് തന്നെ വിളിക്കാവുന്ന JC ഡാനിയലിന്റെ പേരിൽ കൊച്ചിയിൽ ഫിലിം സിറ്റി സ്ഥാപിക്കുമെന്നും സിനിമയെ വ്യവസായമാക്കുമെന്നുമുള്ള സർക്കാരിന്റെ വാക്ക് സെല്ലുലോയിഡിനെ തൊട്ടുനിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സന്തോഷവും അഭിമാനവും ആത്മവിശ്വാസവും നൽകുന്നുവെന്നായിരുന്നു നടൻ പൃഥ്വിരാജിന്റെ പ്രതികരണം. സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ച സർക്കാരിനും മുഖ്യമന്ത്രിക്കും നന്ദി പറഞ്ഞ ടൊവിനോ തോമസ്, സിനിമാ പ്രവർത്തകർ വളരെ നാളായി ഉന്നയിച്ചിരുന്ന ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിച്ചത് ഈ മേഖലയിൽ പണിയെടുക്കുന്ന അനേകായിരം പേർക്കുള്ള അംഗീകാരമായി കാണുന്നുവെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സിനിമയെ വ്യവസായമായി പ്രഖ്യാപിക്കണമെന്നത് സിനിമാ പ്രവർത്തകർ ഉയർത്തുന്ന ആവശ്യമായിരുന്നുവെന്നും പക്ഷേ ആരും ഇതുവരെ അത് ചെവിക്കൊണ്ടിരുന്നില്ലെന്നുമാണ് നിർമ്മാതാവ് ആന്റോ ജോസഫിന്റെ പ്രതികരണം. വ്യവസായ പദവി കിട്ടുന്നതോടെ സിനിമയുടെ സമസ്ത മേഖലകളിലും വളർച്ചയ്ക്കുള്ള കളമൊരുങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമയെ വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ചതും കൊച്ചിയിൽ ഫിലിം സിറ്റി സ്ഥാപിക്കുന്നതും ആന്റി പൈറസി സെല്ലുമടക്കം നിരവധി പ്രഖ്യാപനമായിരുന്നു ഇന്നത്തെ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിനത്ര സാമ്പത്തിക അപകടാവസ്ഥയൊന്നുമില്ലെന്ന് തിരുത്തുകയാണ് പ്രതിപക്ഷം. പുതിയുഗ കേരളം സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി, പക്ഷേ ഭാവി കേരളത്തിനായുള്ള ബ്ലൂ പ്രിന്റ് ഇല്ലെന്ന് പിണറായി. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി അവതരിപ്പിക്കുകയാണ് ചെയ്തതെന്ന് BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാറും പ്രതികരിച്ചു. VD സതീശൻ അവതരിപ്പിച്ച ബജറ്റിനെതിരെ നിശിതമായ വിമർശനവുമായാണ് പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തിയത്. LDF സർക്കാരിന്റെ പദ്ധതികളെ പേരുമാറ്റി അവതരിപ്പിക്കുകയാണ് VD സതീശനെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഭൂപരിഷ്കരണ നിയമം മാറ്റാനുള്ള ബജറ്റിലെ നീക്കം ഗൗരവത്തോടെയാണ് കാണേണ്ടതെന്നും സംസ്ഥാനത്ത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഒന്നായി ഇത് മാറുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ്. ഇത് അതീവ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. സ്വകാര്യ കുത്തകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെൻറ്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഭൂപരിഷ്കരണം 2.0 എന്ന ബജറ്റ് പ്രഖ്യാപനം ഒരു മറയുമില്ലാതെ ഈ കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എലിയെ പ്രസവിച്ച മല പോലെയാണ് സർക്കാരിന്റെ ആദ്യ ബജറ്റെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. ബജറ്റ് വന്നപ്പോൾ അത് ശരിക്കും എലിയെ പ്രസവിച്ച മലയായി മാറി. ആ മല പ്രസവിച്ച എലി വാസ്തവത്തിൽ സാമ്പത്തിക രംഗത്തെ സാമൂഹിക രംഗത്തെ വലതുപക്ഷ നയത്തിൻ്റെ
ഒന്നാമത്തെ ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി കസേരയിൽ ആളുമാറിയതല്ലാതെ ബജറ്റിൽ LDF-ൽ നിന്നും ഒരു മാറ്റവുമില്ലെന്ന BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാറും പുതിയുഗ കേരളം എന്നത് ബജറ്റ് അവതരിപ്പിച്ച പേപ്പറിൽ അവശേഷിക്കുമെന്ന V മുരളീധരനും പറഞ്ഞു. പ്രസംഗത്തിലെ പ്രഖ്യാപനങ്ങൾ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഈ പുതിയുഗ കേരളം ബജറ്റ് അവതരിപ്പിച്ച പേപ്പറിൽ അവസാനിക്കും. മുഖ്യമന്ത്രി കസേരയിൽ ആള് മാറി എന്നല്ലാതെ ഈ രണ്ട് മുന്നണികളുടെയും നയപരമായ കാര്യങ്ങളിൽ, സാമ്പത്തികപരമായ കാര്യങ്ങളിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കിഫ്ബിയുടെ വിശ്വാസ്യത പൊളിച്ചെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും നിലവിലെ പദ്ധതികൾ മുടങ്ങിയാൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും ബജറ്റിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയതായി മുൻ മന്ത്രി P രാജീവും പ്രതികരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. റബ്ബറിന്റെ അടിസ്ഥാന വില 280 രൂപയായി ഉയർത്തിക്കൊണ്ടുള്ള ബജറ്റ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയാണ് കർഷകർ. പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കിയ സർക്കാരിന് അവർ നന്ദി അറിയിച്ചു. അതോടൊപ്പം റബ്ബർ ടാപ്പിംഗ് മേഖലയിലെ തൊഴിലാളിക്ഷാമം പരിഹരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുണ്ട്. UDF-ന്റെ പ്രകടന പത്രികയിൽ കാർഷിക മേഖലയ്ക്കായുള്ള വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു റബ്ബറിന്റെ അടിസ്ഥാന വില 250 രൂപയായി ഉയർത്തും എന്നുള്ളത്. സർക്കാരിന്റെ കന്നി ബജറ്റിൽ തന്നെ വാഗ്ദാനം നടപ്പാക്കിയതിനെ റബ്ബർ കാർഷിക മേഖല ഒന്നടങ്കം കയ്യടികളോടെയാണ് ഏറ്റുവാങ്ങിയത്. റബ്ബറിന് അടിസ്ഥാന വില 250 രൂപ ആക്കുമെന്നുള്ള ഉറപ്പ് UDF ഗവൺമെന്റ് പാലിച്ചിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ റബ്ബർ മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകുന്നത്. തീർച്ചയായിട്ടും കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. പിന്നെ താങ്ങുവില 250 രൂപ ആക്കിയതിന് ഞങ്ങൾ UDF ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയെ ഞങ്ങൾ അങ്ങേയറ്റം നന്ദി പറയുകയാണ്. വരും നാളുകളിൽ റബ്ബർ വില 300 രൂപയായി ഉയർത്തുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. റബ്ബർ കൃഷി ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് പോയവരെ തിരികെ കൊണ്ടുവരുവാൻ സർക്കാരിന്റെ പ്രഖ്യാപനം വഴിയൊരുക്കുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. റബ്ബർ കൃഷി ലാഭകരമല്ലാത്തൊരു തൊഴിലായി പോയത് കൊണ്ടാണ് റബ്ബർ കൃഷിയിൽ നിന്ന് ആൾക്കാർ മാറിയത്. ഇപ്പോൾ റബ്ബറിന് 250 രൂപയ്ക്ക് കൂടുതൽ വില കിട്ടുക, അല്ലെങ്കിൽ 300 രൂപ വില കിട്ടിക്കഴിഞ്ഞാൽ റബ്ബർ കൃഷിയിലോട്ട് തിരിച്ച് ആൾക്കാർ വരും. വില 300 രൂപയിൽ എത്തിയാൽ റബ്ബർ ഷീറ്റ് ഉൽപ്പാദനം പഴയ തോതിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷ. ഷീറ്റ് ആക്കാൻ വേണ്ടി തന്നെ നല്ല എഫോർട്ടുള്ള പണിയാണത്. അതിന് ആൾക്കാർ കുറവാണ്. വെട്ടി പാലെടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ പേര് ഇപ്പോൾ ചണ്ടിയാക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം 250 രൂപ UDF സർക്കാർ തലവൽ പ്രഖ്യാപിച്ചത് ആശ്വാസമാണ്. റബ്ബറിൻ്റെ വിലയിടിവും തൊഴിലാളിക്ഷാമവും മൂലം 25% തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. താങ്ങുവില ഉയർത്തിയതിനൊപ്പം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളെ എത്തിച്ച് ടാപ്പിംഗ് പരിശീലനം നൽകി ഈ രംഗത്തെ തൊഴിലാളിക്ഷാമം പരിഹരിക്കാനും സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണമെന്ന ആവശ്യം കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 25% തോട്ടം വെട്ടാതെ കിടക്കുന്നു എന്നുള്ള വലിയ ഗൗരവമായ കാര്യമാണ്. അതുദ്ദേശം 2 ലക്ഷം ടണ്ണിൻ്റെ ഉൽപ്പാദന കുറവ് വരുമെന്നാണ്. അടിയന്തരമായി വെട്ടാതെ കിടക്കുന്ന തോട്ടം വെട്ടിക്കാനുമുള്ള നടപടി സ്വീകരിക്കണം. റബ്ബറിൻ്റെ സ്പ്രേയിങ്, റെയിൻ ഗാർഡിംഗ് എന്നിവയ്ക്കുള്ള സബ്സിഡി ഉയർത്തണമെന്നും റബ്ബർ ടാപ്പിങ്ങും റബ്ബർ തോട്ടത്തിലെ കാട് തെളിക്കലും ഉൾപ്പെടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും അടക്കം വിവിധ നിർദ്ദേശങ്ങളും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. അമൃത ന്യൂസ്, കോട്ടയം. സർക്കാരിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ 50% നികുതി കുറയ്ക്കുമെന്ന പ്രഖ്യാപനം പ്രതിസന്ധിക്ക് പരിഹാരമാകില്ല എന്ന് ഓൾ കേരള ബസ് ഓണേഴ്സ് അസോസിയേഷൻ. KSRTC പ്രിയദർശിനി സർവീസ് കാരണം സ്വകാര്യ ബസ്സുകൾക്ക് ഒരു ദിവസം 1000 മുതൽ 6000 രൂപയുടെ വരെ നഷ്ടമുണ്ട്. സ്വകാര്യ ബസ്സുകളിലും അതുപോലെ സൗജന്യ യാത്ര നൽകാം. KSRTCക്ക് നൽകുന്ന പോലെ സർക്കാർ തുക നൽകിയാൽ മതിയെന്നും അസോസിയേഷൻ പറഞ്ഞു. 10,000-ലധികം ബസ്സുകളിൽ ഏതായാലും 8,000-ഓളം ബസ്സുകൾ 38 സീറ്റ് ഓളം വരുന്ന ബസ്സുകളാണ്. അതിന് നിലവിലെ ടാക്സ് ഞങ്ങൾക്കൊരു 90 ദിവസത്തേക്ക് 19,170 രൂപയാണ്. ആ 19,170 രൂപയുടെ 90 ദിവസത്തേക്കാണ് ഈ ടാക്സ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് 213 രൂപയാണ് ടാക്സ് ഇനത്തിൽ കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഒരു ദിവസം സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിനെ സ്വാഗതം ചെയ്ത കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കേരള വികസനത്തിന് ആക്കം കൂട്ടുന്ന ലക്ഷ്യബോധമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് സംഘടനാ പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇന്ന് അവതരിപ്പിച്ച 2026-27 സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് തികച്ചും ദിശാബോധമുള്ള ഒരു ബജറ്റ് തന്നെയാണ്. കേരളത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ബജറ്റാണിത്.
തനത് കലാ സാംസ്കാരിക മേഖലയെ സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമായി MT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് കൾച്ചറൽ പാർക്കിനായി സംസ്ഥാന ബജറ്റിൽ 50 കോടി രൂപയാണ് വകയിരുത്തിയത്. എന്റെ പ്രതിമകൾ നാടുനീളെ സ്ഥാപിക്കേണ്ട അടുത്ത തലമുറകളിലേക്ക് നമ്മുടെ സാഹിത്യവും ഭാഷയും സംസ്കാരവും കൈമാറ്റം ചെയ്യപ്പെടണമെന്ന MTയുടെ വാക്കുകൾക്കനുസരിച്ചാണ് പ്രപ്പോസൽ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചതെന്ന് സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനുമായ സുധീർ അമ്പലപ്പാട് അമൃത ന്യൂസിനോട് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ 2-3 ആഴ്ച മുന്നെയാണിത് ഒരു പ്രപ്പോസൽ കൊടുക്കുന്നത് ഗവൺമെൻറ്റിന്. അത് ഇത്രയും പെട്ടെന്ന് അത് അപ്രൂവ് ചെയ്ത് വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് അച്ഛൻ്റെ മാത്രം സാഹിത്യമോ അല്ലെങ്കിൽ സിനിമയോ അതിനെക്കുറിച്ച് മാത്രമല്ല, ഇത് മലയാള ഭാഷ, സാഹിത്യം, സിനിമ, സംസ്കാരം ഇതിനെല്ലാം മാപ്പ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അതിനെ വരും തലമുറകൾക്ക് എങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യാം, പുതിയ രീതിയിലൂടെ ഡിജിറ്റൽ മീഡിയയിലൂടെ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മലയാളിയുടെ അഭിമാനമായ MTയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി വലിയൊരു പദ്ധതി തന്നെയാണ് ഇന്നത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നോടൊപ്പം ചലച്ചിത്ര സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനുമായ സുധീർ അമ്പലപ്പാടാണുള്ളത്. MTയുടെ കൂടെ ഒരുപാട് പരിപാടികൾക്കും പദ്ധതികൾക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. എന്താണ് ഇത്തരമൊരു പദ്ധതി? ഇത് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു, അപ്പം അശ്വതിയും ഒക്കെ തന്നെ കൂടെ ഉണ്ടായിരുന്ന എന്താണ് ഈ പദ്ധതി? ആദ്യമായിട്ട് തന്നെ ഇങ്ങനൊരു പദ്ധതി എത്രയും പെട്ടെന്ന് അംഗീകരിക്കുകയും ഈ ബജറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ഈ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പദ്ധതി വർഷങ്ങളായിട്ട് MT സാറ് മനസ്സിൽ കൊണ്ടു നടന്ന് വിഭാവനം ചെയ്തൊരു പദ്ധതിയാണ്. പലരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ എൻ്റെ അടുത്തും അശ്വതിയുടെ അടുത്തും ഈ പദ്ധതി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കാലശേഷം എനിക്ക് വേണ്ടി എൻ്റെ പ്രതിമകൾ നാടുനീളെ സ്ഥാപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും പല സ്മാരകങ്ങളും ഇത്തരത്തിലുള്ള വെറുതെ കാഴ്ച വസ്തുക്കളായിട്ട് അവസാനിക്കുന്ന സമയത്ത് MTയെ പോലുള്ള ഒരാളുടെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും. കാരണം സാറ് പറയുന്നത് എപ്പോഴും വായന പ്രോത്സാഹിപ്പിക്കുക. ഏറ്റവും ബേസിക്കലി ഈ പദ്ധതിക്ക് വലിയ ബൃഹത്തായ ഒരു ആശയമുണ്ട് ഇതിൻ്റെ പിന്നിൽ. എന്നാൽ ഏറ്റവും കുറഞ്ഞത് അടുത്ത തലമുറയെ വായനയിലേക്ക് കൊണ്ടുവരിക, സാഹിത്യത്തിലേക്ക് കൊണ്ടുവരിക, അടുത്ത തലമുറയെ സാഹിത്യവും സംസ്കാരവും നമ്മുടെ സംസ്കാരവുമായിട്ട് ചേർത്ത് നിർത്തുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം? സാർ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും സാറിന് ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്ക് അവരെ വായനയോട് അടുപ്പിക്കാൻ, അതിനെ പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് സാറിന് എപ്പോഴും താല്പര്യമാണ്. അങ്ങനെ ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും പറഞ്ഞാൽ സാറ് അത്ര യാത്ര ചെയ്തിട്ടും അതിന് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കാരണം പുസ്തകങ്ങൾ വായിക്കപ്പെടണം, കൂടുതൽ ആളുകൾ വായിക്കപ്പെടണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ അതിൽ നിന്നാണ് ഈ ആശയം രൂപപ്പെട്ടത്. പിന്നെ സാറ് പറയുമ്പോൾ തന്നെ ലോക സാഹിത്യകാരന്മാരുടെ പേരിൽ ഇങ്ങനെ ഹെമിംഗ്വേയുടെയും ഷേക്സ്പിയറിൻ്റെയും ഒക്കെ മ്യൂസിയങ്ങളെയൊക്കെ പോലെയൊക്കെയുള്ള ഭാരതത്തിൽ ഒരു സാഹിത്യത്തെയോ സിനിമയെയോ അല്ലെങ്കിൽ സംസ്കാരത്തെയോ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഭാരതത്തിൽ വരുമ്പം നിർബന്ധമായിട്ടും സന്ദർശിച്ചിരിക്കേണ്ട നമ്മുടെ ഒരു സംസ്കാരവും സാഹിത്യത്തെക്കുറിച്ചൊക്കെ അറിയാൻ, അത് മാത്രമല്ല ലോക സാഹിത്യത്തെക്കുറിച്ച്, ലോക സാഹിത്യത്തിൻ്റെ ഒരു ഇടം കൂടിയാണ്. അല്ലാണ്ട് ഒരിക്കലും ആറന്മുള പള്ളിയോടങ്ങൾക്ക് ഗ്രാൻഡ് തുക വർദ്ധിപ്പിച്ചത് സ്വാഗതാർഹമെന്ന സേവാസംഘം 25,000 രൂപയാക്കി തരണമെന്നാണ് അപേക്ഷ വച്ചിരുന്നത്. വരും കാലങ്ങളിൽ ഈ തുകയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സേവാസംഘം പറഞ്ഞു. ആറന്മുള ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ ജൂലൈ 19 ആരംഭിക്കുകയാണ്. സെപ്റ്റംബർ 16 വരെയാണ്. ഈ കാലയളവിൽ 52 പള്ളിയോടങ്ങളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഈ 52 പള്ളിയോടങ്ങൾക്കും 10,000 രൂപ വീതമാണ് കഴിഞ്ഞ വർഷം വരെ, കഴിഞ്ഞ 10 വർഷമായി നൽകിക്കൊണ്ടിരുന്നത്. അതാണ് 15,000 വീതം നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം ബഡ്ജറ്റിൽ വന്നിരിക്കുന്നത്. പള്ളിയോട പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനിടെ ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് അധികാര വടംവലിയും നാടകീയ രംഗങ്ങളും. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവുമായി എത്തിയ ഡോക്ടർ KJ റീനയെ DHS കസേരയിലിരിക്കാൻ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ V മീനാക്ഷി അനുവദിച്ചില്ല. കോടതി ഇടപെടലിലൂടെ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകൂ. രാവിലെ 10 മണിയോടെ ആരോഗ്യവകുപ്പ് ആസ്ഥാനത്തെത്തിയ ഡോക്ടർ KJ റീന DHS ഓഫീസിലെത്തി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് കൈമാറി. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ മുറിയിലേക്ക് എത്തിയെങ്കിലും കസേരയിൽ ഡോക്ടർ മീനാക്ഷി ഉണ്ടായിരുന്നു. ട്രൈബ്യൂണൽ ഉത്തരവ് ഉണ്ടെന്ന് ഡോക്ടർ റീനെ അറിയിച്ചെങ്കിലും മാറാൻ ഡോക്ടർ മീനാക്ഷി തയ്യാറായില്ല. സർക്കാർ നിർദ്ദേശമനുസരിച്ചാണ് താൻ DHS കസേരയിൽ തുടരുന്നതെന്നും മാറാൻ സാധിക്കില്ല എന്നും ഡോക്ടർ മീനാക്ഷി നിലപാടറിയിച്ചു.
തുടർന്ന് സമീപത്തെ കസേരയിൽ ഡോക്ടർ റീനയും ഇരിപ്പുറപ്പിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുമ്പോഴും നിലപാടിൽ മാറ്റമില്ല എന്ന് റീന. അല്ലാതെ പറ്റില്ലല്ലോ, എൻ്റെ ജോലി അതായി പോയില്ലേ. മീറ്റിംഗ് എന്നെ പങ്കെടുപ്പിക്കില്ലല്ലോ, സംസാരിക്കാൻ പാടില്ലല്ലോ. കോടതിയിൽ കേസ് ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും പറയുന്നത് കോടതിയെ ലക്ഷ്യത്തിന് തുല്യമാണ്. വ്യാജ ആരോപണങ്ങൾ ഉയർത്തി സ്ഥലം മാറ്റിയെന്ന ഡോക്ടർ റീനയുടെ വാദം അംഗീകരിച്ചാണ് സ്ഥലം മാറ്റ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തത്. സംസ്ഥാനം കടുത്ത പകർച്ചവ്യാധി ഭീഷണിയിൽ തുടരുന്ന സാഹചര്യമാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ട സമയത്താണ് ഇത്തരത്തിൽ ആരോഗ്യവകുപ്പിന്റെ തലപ്പത്ത് ഇങ്ങനെയൊരു കസേരകളി നടക്കുന്നത്. ഇബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പകർച്ചവ്യാധി പ്രതിരോധത്തിൽ നാളെ തിരുവനന്തപുരത്ത് ഉന്നതാധികാര സമിതി യോഗം ചേരും. രാവിലെ 10 മണിക്ക് മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ജില്ലയിലെ എല്ലാ MLA-മാരും പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 പേർക്കും തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2 വീതവും പാലക്കാട് ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം ഇതുവരെ 120 പേർ രോഗബാധിതരാകുകയും 5 പേർ മരിക്കുകയും ചെയ്തു. ഈ വർഷം ഇതുവരെ 196 പേർക്കാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. നിപ നിരീക്ഷണത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച 3 പേരും ആശുപത്രി വിട്ടു. ഇതോടെ നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. അതേസമയം നിപ ബാധിതനായ 43-കാരന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്.